വർഷം മുമ്പ് ഇവർ 5000 രൂപ കടം വാങ്ങിച്ചിരുന്നു ഈ ചുരിദാർ ഇൻഡസ്ട്രി. അപ്പോൾ ഇതുവഴി പ്രചാരണ പരിപാടിക്ക് ഇങ്ങനെ വണ്ടി പോയപ്പോൾ എൻ്റെ വല്യമ്മയുടെ വീട് അവിടെയുണ്ട്. അവരുടെ ഞാൻ കഴിഞ്ഞ ആഴ്ച അവർ 5000 രൂപ കടം വാങ്ങിച്ചിരുന്നു. അതിപ്പം തിരിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം ശോഭേച്ചി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് കൊടുത്താണ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ വന്നിട്ട് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു രസമുള്ള കഥയായത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് വല്യമ്മയല്ല, ഇവർ തമ്മിൽ ബന്ധമില്ലാന്ന് തെളിയും. അപ്പോൾ അത് ഇതിപ്പോൾ സനീഷും ഹർഷനും കൂടിയിട്ട് ശോഭ ചേച്ചിയെ കൂടുതൽ അപമാനിക്കുന്ന രീതിയിലേക്ക്, കളിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇന്നവിടെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും നമ്മളെ സംഘി ചാനൽ ഞാൻ എടുത്തു കളഞ്ഞിട്ടോ, അതിനൊരു മാധ്യമമായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. സംഘികൾക്ക് വേണ്ടിയിട്ട് പടച്ചിറക്കുന്ന ചില എന്താ പറയുക പുരാണ കഥകളുടെ കുറെ എപ്പിസോഡുകൾ മാത്രമാണ് അതിൽ വരുന്നത് എന്നതിനാൽ അതിന് നമുക്ക് പരിഗണിക്കേണ്ട. ഇന്ന് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശോഭാ സുരേന്ദ്രനെ ന്യായീകരിച്ച് അവര് ഭ്രാന്താവും. തീർച്ചയായിട്ടും അവർക്ക് വട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ന്യായീകരിക്കാനുള്ള ഒരു സംഗതി പോലും അതിലില്ല എന്നുള്ളതാണ്. ജനാധിപത്യം എന്ന് പറയുന്നൊരു വ്യവസ്ഥിതിയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നാലാമത്തെ തൂണായിട്ടൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളെ കാണാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു ജനാധിപത്യത്തെ ഏറ്റവും നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ന് ഏറ്റവും നല്ലൊരു ചുവട് വെച്ചത് ആ ഒരു മാധ്യമം, മൗദൂദര ചാനൽ എന്നൊക്കെ പറയുമെങ്കിലും അത് നമ്മുടെ മീഡിയ വണ്ണാണ്. ആദ്യമായിട്ടും ഈ ഒരു റിപ്പോർട്ട് ശക്തമായിട്ട് കൊണ്ടുവന്നതും മീഡിയ വണ്ണിനാണ്. മീഡിയ വണ്ണിന് ഇങ്ങനത്തെ ഒരു സംഗതി കിട്ടിയതിൽ ശോഭച്ചയ്ക്ക് വലിയ വിഷമമുണ്ട് കേട്ടോ. ആ വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മീഡിയ വണ്ണിന് കിട്ടിയത്, ഇനിയിപ്പോൾ മീഡിയ വണ്ണി എൻ്റെ പിന്നാലെ ക്യാമറയായിട്ട് നടക്കുകയാണോ എന്നൊരു വലിയ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു പെട്ടെന്ന് ശോഭച്ചേച്ചി എത്തിപ്പെട്ടത്. ശോഭച്ചേച്ചി അങ്ങനെ എത്തുകയും ശോഭേച്ചി അങ്ങനെ ഒരു രീതിയിലൊക്കെ സംസാരം എത്തിക്കാനും കാരണം മീഡിയ വണ്ണിയുടെ പുറകിൽ മുഴുവൻ മുസ്ലിങ്ങളാണ്, മാപ്പിളാരാണെന്നുള്ള ചിന്താഗതിയാണ്. എന്താ ശോഭേച്ചി ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു കേട്ടോ. അതിന് കേരളത്തിലെ ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. അതെന്തിനാ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ ഇവിടെ എനിക്ക് മനസ്സിലായൊരു സംഗതി വെച്ച് കഴിഞ്ഞാല് താൻ 100% തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യം ശോഭാ സുരേന്ദ്രനുണ്ട്. അബദ്ധം പറ്റി താൻ പിടിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. എന്നിട്ടും ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആ മാധ്യമപ്രവർത്തകർക്ക് ഇടയ്ക്ക് നിന്നിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ ആസാക്കുന്ന രീതിയിലൊക്കെ പറയും നാട്ടുഭാഷയിൽ, അങ്ങനെ ഇതിനെ പിടിച്ചു നിൽക്കാനും ന്യായീകരിക്കാനുള്ള ഇവരൊരു കഴിവുണ്ടല്ലോ. ആ ഒരു കോൺഫിഡൻസിനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. കാരണം അവരുടെ പുറകില് ആ ഒരു പണം അമ്മൂമ്മയ്ക്ക് കൊടുത്ത സ്ത്രീ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും അവർ പറയുന്ന അങ്ങനത്തെ ഒരാൾ അവിടെ ഇല്ല. എന്നാൽ ആ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവളുടെ അമ്മൂമ്മയാണ്, വല്യമ്മയാണ് അത്, അവർക്ക് പൈസ കൊടുത്തതാണ് എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ പുറകിലോട്ട് ചൂണ്ടിട്ടാ പറയുന്നത്. അതായത് അവരാ കാറിന്റെ പുറകിൽ ഇരിക്കുന്നുണ്ടെന്ന് ശോഭാ സുരേന്ദ്രന് അറിയാം, അത് നമുക്കറിയാം. ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞ് കൂടുതൽ ആ ഒരു കൂട്ടിന്റെ അകത്തേക്ക് കയറി പോകുന്ന രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ പോയത് തന്നെ. എന്തൊക്കെയായാലും പിന്നീട് പറഞ്ഞത് അതിന്റെ നിഴലാണെന്നും മറ്റുള്ള വർത്തമാനങ്ങൾക്ക് പിന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുല്ലപ്പൂ ഇട്ട ഒരു നിഴലിനെ കണ്ടുപോകുന്നത്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു നിഴലാണ് തൊട്ട് പുറകിലുണ്ടാകുന്നത്. എന്തായാലും കൃത്യമായിട്ട് നോക്കുമ്പോൾ ശോഭേച്ചകൾ ഒരല്പം തടിച്ച നിഴലാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ നിഴലിന് ഒരു സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വെച്ചത് നമ്മൾ ഇന്ന് മാധ്യമങ്ങൾ നോക്കണം എന്നുള്ളതാണ്. എല്ലാ ന്യൂസ് ചാനലും ശക്തമായിട്ട് ഇതിനെതിരെ നിന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് കണ്ടോക്കൂ. എക്സ്ക്ലൂസീവ് പാലക്കാട് പിരായിരിയിലും BJPക്കെതിരെ ആരോപണം. സാരി വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിൽ ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. നിങ്ങൾ ആ ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടായിരിക്കും. ഇതൊരു ഉത്തരേന്ത്യ സ്റ്റൈലാണ്. BJP ഉത്തരേന്ത്യയിൽ പയറ്റി വിജയിച്ച ഒരു സ്റ്റൈലാണ് നമുക്ക് ഇതിനൊക്കെ പറയേണ്ടി വരും. സാരി നൽകുക, ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ് നൽകുക, സാരി നൽകുക, പണം നൽകുക, മദ്യം നൽകുക, മയക്കുമരുന്ന് നൽകുക. കേരളത്തിലേക്ക് മയക്കുമരുന്ന് എന്ന് പറയുന്ന അതിലേക്ക് ഇവരുണ്ട് എത്തിയിട്ടില്ല. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ ഇത് വളരെ ശക്തമായിട്ട് അവർ നൽകുന്നുണ്ട്. അവർക്ക് വേണ്ടത് അതുതന്നെയാണ്. കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ജനതയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കേരളം അങ്ങനെയല്ല എന്ന് ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും. പക്ഷെ ആ രീതിയിലേക്ക് കേരളത്തിനെ മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തുന്നുണ്ട്. നോക്കൂ, സ്മൃതി പരുത്തിക്കാട് ശക്തമായി തന്നെയാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് സാരിയാണ് ഇവർ കൊടുക്കുന്നത്. ആ ദൃശ്യം നമ്മൾ കണ്ടു. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാരി അവിടെ കിടക്കട്ടെ, ഇനി അരുൺകുമാറും മറ്റും പറയുന്ന വാക്കുകൾ നോക്കണം. കണ്ടിട്ടുണ്ട് മസിൽ പവർ, മണി പവർ,
മീഡിയ പവർ ഇത്രയും ഉപയോഗിച്ച് രാഷ്ട്രീയത്തെ വിലക്കെടുക്കുന്ന ഉത്തരേന്ത്യൻ ശൈലി തന്നെയാണ് പാലക്കാട്ടും പയറ്റാൻ ശ്രമിച്ചത്. കാലങ്ങളായിട്ടുള്ള ശ്രമമാണ്. ലൈസ്, ഡാം ലൈസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പ്രയോഗമുണ്ട്. കള്ളം, പച്ചക്കള്ളം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നതാണ്. അതൊന്ന് മാറ്റിവെച്ചാൽ ലൈസ്, ഡാം ലൈസ്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ ബൈറ്റുകൾ കൃത്യമായിട്ടും നുണ പച്ചക്കള്ളം ഈസിക്കൽ ടു അത് നമ്മുടെ ശോഭാ സുരേന്ദ്രനാണ് എന്ന രീതിയിലാണ് ഇന്ന് അരുൺകുമാർ വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നത്. ഇതിനിടയ്ക്കൊക്കെ ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്. പിടിക്കപ്പെടില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് വന്നത്? എന്നിട്ട് പറയാണ് ഇവര് ആ കാറിലിരുന്ന് പറയാണ് ഈ പിറകിലിരിക്കുന്ന കുട്ടി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണെന്ന്. നേരത്തെ മാധു പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് പേരമ്മയെ കാണാൻ വേണ്ടി വന്നിട്ട് ശോഭാ സുരേന്ദ്രന്റെ കാറിൽ നിന്ന് ഓടിപ്പോയി ഇറങ്ങി പൈസയും കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ശോഭാ സുരേന്ദ്രന്റെ കാറിൽ കയറി പോകുന്ന ഒരു കൊച്ചുമോളും. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിറകിലിരിക്കുന്ന ഇത് പറഞ്ഞത് മറന്നുപോയി ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ തന്നെ ശോഭാ സുരേന്ദ്രന്റെ കുരുക്കായി മാറിയതായിരുന്നു ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണം. ഈ കാറിൽ ഈ പിറകിലിരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്ന് വന്നത് അത് ആ കുട്ടി കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ കേൾക്കണം. കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു അരിയുണ്ടല്ലോ, ഭാരതരി. കേൾക്കുന്നുണ്ട് ഇപ്പൊ അതിനെ കുറിച്ച്. ഭാരതരി തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട്ടും തൃശ്ശൂരിലും വിതരണം ചെയ്ത ഭാരതരി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭാരതരി കൊടുക്കുമെന്നായിരുന്നു. പിന്നീട് ഈ ഭാരതരിയെ കുറിച്ച് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും പലവ്യഞ്ജനങ്ങളും കിറ്റുകളും കൊടുക്കുന്നു എന്നുള്ളത് നോക്കൂ, എത്ര കൃത്യമായിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളക്കാരെ മറന്നുപോയ കാര്യങ്ങളൊക്കെ അരുൺകുമാർ നമ്മൾ ഓർമ്മിപ്പിച്ചു. ഓർമ്മയുണ്ടായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും. ഭാരതരി ഒരു വലിയ ലോറിയില് ഭാരത് അരി എന്ന പേരിൽ ഒരു അരി തൃശ്ശൂർ വിതരണം ചെയ്തായിരുന്നു. അതിന്റെ ഗുണം തൃശ്ശൂരിൽ BJPക്ക് കിട്ടി. അതേപോലെ അരി കൊണ്ടുവരിക, മദ്യം നൽകുക, സാരി നൽകുക. ഒരു സാരിയിലൊക്കെ നമ്മുടെ ജനാധിപത്യം മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഒരു സാരിയിൽ വോട്ടിന് തലേദിവസം കിട്ടുന്ന ഒരു 5000 രൂപയിലൊക്കെയാണ് പിറ്റേ ദിവസത്തെ വോട്ടിന്റെ ചലനം മാറിപ്പോകുന്നത്. അതുവരെയും കാലങ്ങളായിട്ട് മാസം കൃത്യമായിട്ട് ഇവരെ കൈകളിലേക്ക് കിട്ടിയിരുന്ന പെൻഷനെ ഇവർ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പെൻഷൻ മറന്നു പോകുന്നു, അവർക്ക് കിട്ടിയ സഹായങ്ങൾ മറന്നു പോകുന്നു. ഈ ഗവൺമെന്റിന്റെ സുഗമമായിട്ടുള്ള ഈ ഒരു നീക്ക് പോക്ക് മറന്നു പോകുന്നു. നമുക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും മറക്കുകയും വോട്ടിന്റെ തലേ ദിവസം കിട്ടുന്ന ഒരു നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും ജയിപ്പിക്കാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മുടെ ജനം മാറുകയും ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രോബ്ലം തന്നെയാണെന്നുള്ളത് സംശയമൊന്നുമില്ല കേട്ടോ. നമ്മൾ എത്ര തന്നെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും. ഇനി സ്മൃതി പരുത്തിക്കാട് ഒന്നുകൂടി ശക്തമായ ഭാഷയിൽ, ഒരുപക്ഷെ കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഈ ഒരു കേസ് പിടിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചത് എന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇപ്പോഴത്തന്നെ പറയുന്നു, ഈ ഒരു സംഗതി പുറത്തേക്ക് വിട്ടതിന് കോൺഗ്രസ്സുകാരെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം ഇവരിത് പണം കൊടുക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് പിന്നാലെ രഹസ്യമായി കൂടി അവർ പണം കൊടുക്കുന്നത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് അവരോടത് ചോദ്യം ചെയ്ത് അത് കൃത്യമായി ഷൂട്ട് ചെയ്ത് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്തതുകൊണ്ട് തന്നെ ഇവർ ഈ കോൺഗ്രസ്സുകാർ ഈ ഒരു ഇലക്ഷനിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു നല്ല കാര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. വയനാടൊന്നും നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. വയനാടിനൊക്കെ പറ്റിച്ചതും അവിടുത്തെ ജനങ്ങളെ ചതിച്ചതൊക്കെ നമ്മൾ ഒരിക്കലും മറന്നു പോരുത്. അതവിടെ കെടുക്കട്ടെ. പക്ഷേ ഒരു കാര്യം അവർ ചെയ്തു എന്ന് തന്നെ നമ്മൾ പറയണം. ഇനി നമ്മുടെ പരുത്തിക്കാട് ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ചേച്ചിയെ പറഞ്ഞിട്ടുള്ളത്. തുറന്ന് ഉള്ളി തൊലി പൊളിക്കുന്ന പോലെ പൊളിച്ച് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും മുന്നിൽ നാണം കെട്ട ഒരു രാഷ്ട്രീയ നേതാവായി ഒരു വനിതാ നേതാവ് മാറിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നാണം കെട്ട വനിതാ നേതാവ് എന്നാണ് ഇവരെ വിളിച്ചു പറഞ്ഞത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പ്രശാന്ത് സിംഗ് എന്ന് പറയുന്ന ഇവരുടെ ഒരു വലിയ നേതാവുണ്ട് പാലക്കാടിന്റെ. ആ ഒരു നേതാവിനെ വിളിച്ചിട്ട് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അതിൽ മാധു നിരുത്തി പൊരിച്ച് കൊന്നുകളയുന്നുണ്ട്. മാധുവിന്റെ ആ ഒരു എന്താ പറയാ ശൈലി ഭയങ്കര രസകരവുമാണ്. ആദ്യം നമ്മൾ പോകുന്നത് പ്രശാന്ത് ശിവനിലേക്കാണ്. പ്രശാന്ത്, ഈ നോട്ടുകെട്ടുകൾ കൊണ്ട് വോട്ട് വാങ്ങാമെന്നൊരു വിചാരം ഉണ്ടായിപ്പോയോ? കണ്ടില്ലേ, നോട്ട് കെട്ടുകൾ കൊണ്ട് വോട്ട് വാങ്ങിക്കാമെന്നുള്ള വിചാരം ഉണ്ടായിപ്പോയോ എന്ന രീതിയിലൊക്കെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മാധു ചോദിച്ചറിഞ്ഞത്. അതിന് പക്ഷേ ഉത്തരങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ ആ പൈസ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ, ഇവർ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ കയ്യിൽ കൊടുക്കുന്ന ദൃശ്യം എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോ എടുത്ത ആളുകൾക്ക്? ഈ വിനീഷ് ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ വിനീഷ് രണ്ടാമത് കാട്ടുന്ന ദൃശ്യത്തിൽ കോൺഗ്രസിന്റെ നേതാവ് വിനീഷ് ഉൾപ്പെടെ കയ്യിൽ പൈസ വെച്ച ദൃശ്യമാണ് കാണിക്കുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കുന്നുണ്ട്, രണ്ട് ഷോട്ട്സ് ആണെന്ന്. ഇവർ പൈസ കൊടുക്കാനായിട്ട് പോകുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഷോട്ട്സ്. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് ശിവൻ അടക്കമുള്ള ആളുകള് ഇത് ന്യായീകരിച്ച് കുഴഞ്ഞ് ഒരു വിധമായിട്ടുണ്ട് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ പിന്നെ ആലോചിച്ചത്,
സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള ആളുകളെയാണ്. നോക്കാം. നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? നിഴൽ പോലെ ശോഭയുടെ പിന്നാലെ നടക്കുന്നുണ്ട് ഇവർ. ഈ പറഞ്ഞ ഈ യാത്രയിലുടനീളം അവരുടെ കൂടെയുണ്ട്. ആ നിഴലായിട്ട് തന്നെയാണ് ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ കണ്ടതാണ്. വെള്ള ചുരിദാറിട്ട് മുല്ലപ്പൂ ചൂടിയ ഒരു സ്ത്രീയായിരുന്നു ഈ വീടുകളിലൊക്കെ കയറിയത്. നമ്മുടെ അന്വേഷണത്തിൽ, നമ്മുടെ പ്രതിനിധി ഇക്ബാലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം പോയത് ഒരു മരണ വീട്ടിലേക്കാണ് കേട്ടോ. ആ മരണ വീട്ടിൽ 15,000 രൂപ കൊടുത്തിട്ടുണ്ട്. 15,000 രൂപ കൊടുത്തതിന് ശേഷം അതിനുശേഷമുള്ള വീടാണ് ഈ ദേവുവിന്റെ വീട്. ദേവുവിന്റെ വീട് ദരിദ്രമായ ഒരു ജീവിത സാഹചര്യമാണ്. ആ വീടിന്റെ അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാം. അവർക്ക് മരുന്ന് വാങ്ങാൻ 5,000 രൂപയെങ്കിലും മാസം വേണമെന്ന് പറയുന്നു. അവർ വോട്ട് ചോദിക്കാൻ വരുന്നവരോടൊക്കെ ആ കാര്യം പറയുന്നുണ്ട് എന്ന് ആ പാവം സാധു സ്ത്രീ പറയുന്നുണ്ട്. അവരുടെ ഒപ്പം കാര്യങ്ങൾ വിശദീകരിക്കാൻ മകനല്ലാതെ വേറൊരാളെ കണ്ടല്ലോ, ഒരു വെള്ള ഷർട്ടിട്ട ഒരാളെ കണ്ടല്ലോ. അദ്ദേഹം സകല സ്ഥലത്തും ഈ പണപ്പിരിവിന് കൂടെ നടക്കുന്നത് അദ്ദേഹമാണ്. അടിപൊളി. അപ്പൊ മിക്കവാറും അതും ഈ പറയുന്ന ആള് BJP-കാരൻ തന്നെ ആയിരിക്കാം. അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ഇലക്ഷൻ സമയത്ത് ഇന്ന സമയത്തൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന വീട്ടിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് മറയും. എൻ്റെ നാട്ടിൽ തന്നെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അതിൻ്റെ തലേദിവസം ഇന്ന വീട്ടിലേക്കൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് മറയും. അതുകൊണ്ട് ഇന്ന വീട്ടിലേക്ക് പൈസ കൊടുക്കുക ഇന്ന ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടൊക്കെ കാവൽ കിടക്കുന്ന ചില രീതികളൊക്കെ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ സമയത്തൊക്കെ നടക്കാറുണ്ട്, പഞ്ചായത്ത് ഇലക്ഷനിൽ. അതേപോലൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വലിയ കുടുംബങ്ങളിലേക്ക് ഒരു മരണ വീട്ടിൽ പോയിട്ട് 15,000 രൂപയാണ് കൊടുത്തത്. അത് അവർക്ക് ആ ഒരു ഇമോഷൻ സമയത്ത് അതൊരു വലിയ സഹായം തന്നെയായിരിക്കും. ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഇവർ തരുന്നത് മുഴുവൻ നിങ്ങൾ വാങ്ങിച്ചു വെക്കണം കേട്ടോ. എൻ്റെ നാട്ടുകാരോടാണ്, ആ പാലക്കാട്ടുകാരോടാണ്. ഇവർ ഇനിയും നിങ്ങൾക്ക് പക്ഷെ നാളെയും നിങ്ങൾക്ക് പണം തരാൻ സാധ്യതയുണ്ട്. അത് മുഴുവൻ വാങ്ങിച്ചു വെക്കണം. എന്നിട്ട് ഈ ഗവൺമെന്റ് തന്നെ വോട്ട് ചെയ്തിട്ട് അവരെ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തണം എന്നാണ് ഞാൻ പറയുക. ഇനി നമ്മുടെ ഹർഷനും അതുപോലെ തന്നെ സനീഷും പറയുന്ന വാക്കുകളിലേക്കാണ്. ഇതിനകത്ത് പിന്നെ ഈ ചേച്ചിയുടെ വല്യമ്മയാണത്. ആ വല്യമ്മയെ കയ്യിൽ നിന്ന് 2 ആഴ്ച മുമ്പ് ഇവരൊരു 5,000 രൂപ കടം വാങ്ങിച്ചിരുന്നു ഈ ചുരിദാർ സ്ത്രീ. അപ്പൊ ഇതുവഴി പ്രചാരണ പരിപാടിക്ക് ഇങ്ങനെ വണ്ടി പോയപ്പോൾ എന്റെ വല്യമ്മയുടെ വീട് അവിടെയുണ്ട്. അവരെടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച 5,000 രൂപ കടം വാങ്ങിച്ചിരുന്നു. അതിപ്പം തിരിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം ശോഭേച്ചി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി പോയിട്ട് കൊടുത്താണ്. അപ്പൊ ഈ കോൺഗ്രസ്സുകാർ വന്നിട്ട് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു രസമുള്ള കഥയായിരുന്നു. പക്ഷേ ബന്ധുവെല്ലാം തെളിയും. അപ്പൊ അത് പ്രായമുള്ള ഒരാളെ അവർ വല്യമ്മ എന്നാണ് വിളിക്കുക എന്ന കഥ പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനെ പിടിച്ചു നിർത്താമായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഇതൊന്നും വസ്തുതയില്ലാത്തത് കൊണ്ട്, സംഗതി വോട്ടിന് കാശായിട്ട് കൊടുത്തത് കൊണ്ട് ഈ കഥയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാളി ആകെ നാശമായി ഉള്ള വാഹനമാണ്. അതിനകത്തുനിന്ന് ഈ സ്ത്രീ നടന്നു പോകുന്നത് കാണാം. അവർ അവിടേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് സ്ത്രീക്ക് പൈസ കൊടുക്കുന്നത് കാണാം. പൈസ കയ്യിൽ കൊടുക്കുന്നു, കയ്യിൽ പൈസ അവിടെ ഇതെല്ലാം വ്യക്തമാണ്. ഈ സനീഷ് ആയിക്കോട്ടെ, ഹർഷൻ ആയിക്കോട്ടെ, നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് അതീവ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക, പണം കൊടുത്ത് അട്ടിമറിക്കുക, എന്നിട്ട് അധികാരത്തിൽ കയറുക, ഒരു സീറ്റിൽ നമ്മുടെ നിയമസഭയിലേക്ക് എത്താൻ ശ്രമിക്കുക, എന്നിട്ട് നമ്മുടെ കേരളത്തെ നശിപ്പിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവർക്കൊരു ലക്ഷ്യവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ഉത്തരേന്ത്യ പോലെ കേരളം ആവാതിരിക്കാൻ സൂക്ഷിക്കുക നാട്ടുകാരെ. ബൈ.